കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. പള്ളുരുത്തി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം നടന്നു. സാന്താക്രൂസ് LPS റിട്ടയർഡ് അധ്യാപകരായ PM സുബേർ വൃക്ഷത്തെ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിനമാണ് പരിസ്ഥിതി ദിനം. ഈ പരിസ്ഥിതി പ്രവർത്തകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം പരിസ്ഥിതി ദിനമാണ് എന്ന് ഞാൻ പറയുന്നത്. കാരണം പരിസ്ഥിതി പ്രവർത്തകർക്ക് എന്നും പരിസ്ഥിതി ദിനം തന്നെയാണ്. അല്ലാണ്ട് ഇന്ന് ഒരു ദിവസം മാത്രം ചെടികൾ നട്ടും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാറുകയല്ല പരിസ്ഥിതി പ്രവർത്തനം ചെയ്യുന്നത്. എൻ്റെ വിദ്യാലയത്തിലെ ഈ അവർ ലേഡീസ് സ്കൂളിലെ എൻ്റെ വിദ്യാർത്ഥിനികൾ, എൻ്റെ മക്കൾ, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ സമയവും നിങ്ങൾ ഉറങ്ങുമ്പോൾ പറ്റുമെങ്കിൽ ആ പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ. നേരം എടുത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈ ഓക്സിജൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എല്ലാവരും മരിച്ചു പോകും. എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ആയിരിക്കുമ്പോൾ വെള്ളമില്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടാണ്ട് നമ്മൾ മരിച്ചു പോകും. ഇതെല്ലാം നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സീഡ് ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രധാനാധ്യാപിക റവറൻഡ് സിസ്റ്റർ ഷീജ ജേക്കബ് നിർവഹിച്ചു. മഴമാപിനിയുടെ നിർമ്മാണവും പ്രവർത്തനവും സീഡ് ക്ലബ് അംഗങ്ങൾ വിവരിച്ചു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ ഗൈഡിംഗ് വിദ്യാർത്ഥികൾ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. കുട്ടികളിൽ കൃഷി സ്നേഹം വളർത്തുന്നതിന് SPC കേഡറ്റുകൾ പച്ചക്കറി തൈകൾ പ്രധാനാധ്യാപികയ്ക്ക് നൽകി. വാർഡ് കൗൺസിലർ ജോസഫ് സുമീത് വിദ്യാലയത്തിലേക്ക് നൽകിയ വൃക്ഷത്തൈകൾ പ്രധാനാധ്യാപിക ഏറ്റുവാങ്ങി. പരിസ്ഥിതി ദിന പോസ്റ്റർ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ സുബേർ സാർ നൽകി. വിദ്യാലയത്തിലെ പൂന്തോട്ടത്തിലേക്ക് ഓരോ ക്ലാസ്സുകാരും നൽകിയ പൂച്ചെടികൾ പ്രധാനാധ്യാപിക ഏറ്റുവാങ്ങി. അന്നേ ദിവസം ജന്മദിനം ആഘോഷിച്ച കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകം സമ്മാനമായി നൽകി. പരിസ്ഥിതി ദിന അവബോധം കുട്ടികളിലേക്ക് എത്തിക്കുവാൻ 9ാം ക്ലാസ്സിലെ കുട്ടികൾ പരിസ്ഥിതി ദിന സ്കിറ്റ് അവതരിപ്പിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞ പ്രധാനാധ്യാപിക വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. സീഡ് ക്ലബ് അംഗങ്ങൾ സുബേർ സാറിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിന് സമീപ പ്രദേശങ്ങളിലുള്ള കടകൾ സന്ദർശിക്കുകയും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ചെയ്തു. കുമാരി അർച്ചന അജിലാൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊപ്പുംപടി.